ഈശ്വരസിഹായിയെ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ എന്തിനാണ് അവരെ അയക്കുന്നത് എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനും. സ്നേഹമുള്ളവരെ, ക്രൈസ്തവരായ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ജീവിതത്തില് ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് പരാജയപ്പെട്ടു പോയിരിക്കുന്നതും ഇതേ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്നാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നല്ല ജീവിത സാക്ഷ്യം കൊടുക്കാനായിട്ട് പറ്റാതെ പോവുകയാണ്. വലിയ ഒരു പരാജയമാണ്. മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മളും അവന്റെ ശിഷ്യന്മാരായിട്ട് മാറുകയാണ്. ആ ശിഷ്യത്വത്തില് എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നീ പോകുന്ന വഴിയില്, നീ വ്യാപരിക്കുന്ന സ്ഥലങ്ങളില് ദൈവരാജ്യത്തെ കുറിച്ച് പറയാനായിട്ട്, പ്രഘോഷിക്കാനായിട്ട്, നിന്റെ ജീവിത മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കിത് പറ്റുന്നുണ്ടോ? പലപ്പോഴും ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ മാതൃക കണ്ടിട്ടോ, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവവും കണ്ടിട്ടോ ആരും ഇന്ന് ദൈവത്തിന്റെ പക്കലേക്ക് വരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ പക്കൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. കാരണം നമ്മളൊക്കെ കൊടുക്കുന്നത് നല്ല മാതൃകയല്ല, മറിച്ച് ദുർമാതൃക നൽകിയ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുക. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ഈശോയെ സ്നേഹിക്കാനായിട്ടോ ആ സ്നേഹത്തിന്റെ ആഴം അറിയാനായിട്ടോ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുക. ഈ പരാജയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും ദൈവരാജ്യത്തെക്കുറിച്ച് ആരോടും പറയുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം. ആ ഈശോയുമായിട്ട് സ്നേഹത്തിലാകുവാനായിട്ട്, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ സ്വഭാവവും ഒക്കെ കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്ക വിധം ഈ ഭൂമിയിൽ എപ്പോഴും പരിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.